പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് മദ്യപാനമുള്ള ആൾക്കാർക്കാണ് ലിവർ ഡിസീസസ് കൂടുതൽ വരാന്ന്. ശരിക്കും അത് സത്യമാണോ നുണയാണോ? ആം, പൂർണ്ണമായിട്ടും നുണയല്ല, ഓക്കെ. പൂർണ്ണമായിട്ട് സത്യമല്ല. ഓക്കെ. അപ്പം ആക്ച്വലി മദ്യം കഴിക്കുന്നവർക്ക് മീൻസ് ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ കഴിക്കുന്നവർക്കും വരാനുള്ള സാധ്യതകളുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇപ്പം നമ്മുടെ നാട്ടിൽ കോമൺ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ, എസ്പെഷ്യലി ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, അമിതവണ്ണം, ഇതൊക്കെ തന്നെയാണ് ഇപ്പം മോസ്റ്റ് കോമൺ കോസ് ആയിട്ട് വരുന്നത്. അപ്പം ഇവർക്ക് മാത്രമല്ല, ഇത് കൂടാണ്ട് ഇപ്പം നമ്മൾ ഓൾ ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നമ്മുടെ നാട്ടിൽ മോസ്റ്റ് കോമൺ കോസ് ഓഫ് സിറോസിസ് ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും തന്നെയാണ്. കേരളത്തിൽ ഇപ്പം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും തന്നെയാണ് മെജോറിറ്റി ആയിട്ടുള്ള ലിവർ സിറോസിസിന്റെ കാരണം. ആൻഡ് ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളാണെങ്കിൽ കൂടി നമ്മുടെ ഒരു ലിവറിന്റെ ഹെൽത്ത് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് അല്ലെങ്കിൽ ഇത്ര കാലം കൂടുമ്പോൾ നിങ്ങൾ ഒരു സ്ക്രീനിങ് ചെയ്യണം എന്ന് പറയാൻ പറ്റുമോ? കാർഡിയോമെറ്റബോളിക് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാരിൽ, ലൈക് കാർഡിയോമെറ്റബോളിക് നമ്മൾ പറഞ്ഞ ഇപ്പം അമിതവണ്ണം ഈ ഇതുള്ള ആൾക്കാരിൽ നീഡ് ഫോർ സ്ക്രീനിങ് ഉണ്ട്. അതേപോലെ തന്നെ മദ്യപാനികളും ഡെഫിനറ്റ്ലി ബെറ്റർ ടു ഗോ ഫോർ എ സ്ക്രീനിങ്, ആൻഡ് എസ്പെഷ്യലി അവർ നിർത്താൻ ഒരു പ്രചോദനമാവും മിക്കവാറും. ആൻഡ് എല്ലാവരും ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി സ്ക്രീൻ ചെയ്തിട്ട് ബിക്കെതിരെ വാക്സിൻ ഉണ്ടല്ലോ, വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ദേ ആർ പ്രിവെന്റഡ് ഫ്രം ദാറ്റ്. ഹെപ്സി മിക്കവാറും ഇതെല്ലാം സാധാരണ എല്ലാ ഓപ്പറേഷനും മുന്നേ നമ്മൾ ചെയ്യാറുണ്ട്. ഒരു ജനറൽ സ്ക്രീനിങ് ഗൈഡ് ലൈൻ ഉണ്ട് വെച്ചാൽ അങ്ങനെയില്ല.